നമസ്കാരം. കാരണഭൂതനും തീയിൽ കുരുത്ത കുതിരയ്ക്കും കാവലാളിനും ശേഷം പിണറായി ദി ലെജൻഡ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 9ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പുറത്തിറക്കുന്ന ഡോക്യുമെന്ററി. സർക്കാരിന്റെ നേട്ടങ്ങൾക്കൊപ്പം പിണറായി വിജയന്റെ ചരിത്രവും ജീവിതവും പറയുന്ന 30 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഡോക്യുമെന്ററി പ്രകാശനം. കാവലാൾ വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയാണ് 100 വനിതകൾ ഏതാനും മാസം മുൻപ് ആലപിച്ചത്. ജ്വലിച്ച സൂര്യൻ, പടയ്ക്ക് മുന്നിലെ പടനായകൻ, ഫീനിക്സ് പക്ഷി, നാടിൻ കൈവിളക്ക്, തീയിൽ കുരുത്ത കുതിര, കൊടുങ്കാറ്റിൽ പറക്കം കഴുകൻ, ഇതൊക്കെ ഇതിനോടകം പുറത്തിറങ്ങിയ വാഴ്ത്തുപാട്ടുകളിലെ ചില വിശേഷണങ്ങൾ മാത്രമാണ്. പാർട്ടിയുടെ ഉത്പന്നമാണ് താൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വ്യക്തിപൂജയെ എതിർക്കാത്തത് എന്തുകൊണ്ട്? പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള മാറ്റം ഒരു നേതാവിന് മാത്രം അനുവദിച്ചു നൽകപ്പെട്ടതാണ്. സ്തുതി തുടരുമോ? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. സ്വാഗതം. നമുക്കൊപ്പം ന്യൂസ് ഈവനിംഗിൽ അതിഥികളായി ശ്രീ എം ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ, ശ്രീ റിജിൽ മാക്കുറ്റി, കോൺഗ്രസ് പ്രതിനിധി, ശ്രീ നാഞ്ചല്ലൂർ ശശികുമാർ, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി, ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ നാഞ്ചല്ലൂർ ശശികുമാറിലേക്കാണ്. ശ്രീ നാഞ്ചല്ലൂർ ശശികുമാർ, ഇപ്പോൾ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇതിനു മുൻപൊരു ഗാനം പുറത്തിറക്കിയിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ 100 വനിതകൾ ചേർന്ന് സംഘമായി ആലപിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ രണ്ടാമത് ഒരു ഡോക്യുമെന്ററി പുറത്തിറങ്ങുകയാണ്. പിണറായി ദി ലെജൻഡ് എന്നാണ് പേര്. സർക്കാരിൻ്റെ ഈ 4ാം വാർഷികാഘോഷത്തിൻ്റെ, അല്ലെങ്കിൽ ആകെ നോക്കിയാൽ 9 വർഷമാകുന്നതിൻ്റെ ആഘോഷം, അതിൻ്റെ ഭാഗമായി അതിൽ പിണറായി വിജയൻ്റെ ചരിത്രവും ജീവിതവും ഉണ്ട്. ഒപ്പം സർക്കാരിൻ്റെ നേട്ടങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡോക്യുമെന്ററി? ഒരു തിരുത്തുണ്ട് ആദ്യം. ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേരത്തെ തയ്യാറാക്കിയ അതിൻ്റെ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കാവലാൾ എന്ന് പറയുന്ന ഗാനം 135 വനിതകളും പുരുഷന്മാരും ചേർന്നാണ് ആലപിച്ചത്. വനിതകൾ മാത്രമല്ല, 100-ലധികമല്ല, 135. ഈ ഡോക്യുമെൻ്ററി ഞങ്ങളെല്ലാം സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഭരണസിരാ കേന്ദ്രത്തിലെ ജീവനക്കാരാണ്. അതായത് സർക്കാരിൻ്റെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന, നയങ്ങൾ തീരുമാനിക്കുന്ന, ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സെക്രട്ടേറിയറ്റിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭരണത്തലവൻ ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം, മുഖ്യമന്ത്രി നയപരമായതും മറ്റു സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ഫയലുകളും കണ്ട് ഉത്തരവാകുന്നത് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. അത് ഭരണത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ നേതാവ് എന്നതിനൊപ്പം സെക്രട്ടേറിയറ്റിൻ്റെ ഭരണത്തലവൻ, ഞങ്ങളുടെ ഭരണ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭരണത്തലവൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ത്യാഗങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങൾ, മുന്നേറ്റങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ഭരണ നേട്ടങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ അപാകതയൊന്നും കാണുന്നില്ല. അതെ, അപ്പോൾ ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി അല്ലേ? ഇപ്പോൾ ഇത് ആദ്യത്തെ സർക്കാരൊന്നും അല്ലല്ലോ. പക്ഷേ KCAയുടെ ആദ്യ ഡോക്യുമെന്ററി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ സാങ്കേതികവിദ്യ വളരെയധികം പുരോഗമിച്ച ഒരു കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററികളും മറ്റ് വീഡിയോ അടക്കമുള്ള മറ്റ് തലത്തിലുള്ള പ്രചരണങ്ങളുമൊക്കെ ഇപ്പോൾ വളരെ സജീവമായിട്ടുള്ള, വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഡോക്യുമെൻ്ററി പുറത്തിറക്കാനുള്ള കാരണം. മുൻകാലങ്ങളിൽ ഇത്രയും സാങ്കേതികവിദ്യയുടെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാവും ആ കാലഘട്ടങ്ങളിൽ ഇറക്കാതെ പോയത്. അതെ, പക്ഷേ അതല്ലാതെ ഇപ്പോൾ മുൻകാലങ്ങളിലുള്ള സർക്കാരിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട സർക്കാർ എന്നതുകൂടി ഇതിന് കാരണമാകുന്നുണ്ടോ ശ്രീ ശശികുമാർ? തീർച്ചയായും അങ്ങനെ മെച്ചപ്പെട്ട സർക്കാർ ആയതുകൊണ്ടാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വീണ്ടും രണ്ടാമതും തെരഞ്ഞെടുത്ത് ഒരു തുടർച്ച ഭരണം ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് അനുവദിച്ചത്. അപ്പോൾ തീർച്ചയായും കാലാനുസൃതമായിട്ടുള്ള പുരോഗതി, ഓരോ കാലഘട്ടം കഴിയുന്തോറും പുരോഗതി വിവിധ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാക്കിയ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, തുടർച്ച ലഭിച്ച ഒരു സർക്കാരാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ളത്. അതെ, താങ്കൾ തുടരുക. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ ഒരു തുടർഭരണം എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചു നിൽക്കുന്ന സമയം,
മറ്റേതൊരു സർക്കാരിനേക്കാളും പല രംഗങ്ങളിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഈ 9ാം വർഷം, തുടർച്ചയായ 9 വർഷമാണല്ലോ അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി പുറത്തിറക്കിയ KSCA പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? ശ്രീമതി അനുജ, യഥാർത്ഥത്തിൽ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പുകഴ്ത്തുന്നത് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ. കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പാടി പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂലോകമെമ്പാടും കേളി കൊട്ടി മാലോകരെല്ലാവരും വാഴ്ത്തിപ്പാടി എന്ന് തുടങ്ങി ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ. അങ്ങനെ കാരണഭൂതനും അഥവാ ക്യാപ്റ്റനും അങ്ങനെ പലതരത്തിലുള്ള വിശേഷണങ്ങൾ അത് അവോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വാഭാവികമായും അത്തരത്തിൽ ആസ്വാദനത്തിൽ അതിനകത്ത് വളരെ രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് തന്നെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ ഇവരുടെ സംഘടന സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എംപ്ലോയീസ് കോൺഗ്രസ് എന്താണ് അവരുടെ സംഘടന, ആ സംഘടന തന്നെ ഇത്തരം ഒരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമ്പോൾ അത് അത് തന്നെ. അപ്പോൾ അത് അവർക്ക് മുഖ്യമന്ത്രി ആസ്വദിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് 60,000 കോടി രൂപ ഈ ജീവനക്കാർക്ക് കേരളത്തിൽ ഇനിയും സർക്കാർ കൊടുക്കാനുണ്ട്. പാവപ്പെട്ട സാധാരണക്കാരെ സർക്കാർ ജീവനക്കാർക്ക് ഇത്ര കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ ബാക്കിയുണ്ടായ ഒരു സർക്കാർ. ഇത് സർക്കാർ മേഖലയിൽ മാത്രമല്ല, സർവ്വമേഖലയിലും എല്ലാ തരത്തിലും വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ കാരുണ്യയുടെ ബെനഫിറ്റ് സ്കീമിനകത്ത് 2,000 കോടി രൂപയോളം കുടിശ്ശികയാണ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക്. ഏറ്റവും അത്താണിയായി ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ആ കാരുണ്യ ബെനഫിറ്റ് സ്കീമിൽ പോലും 2,000 കോടിയുടെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ പോകാൻ മരുന്നില്ല. അങ്ങനെ എല്ലാ മേഖലയും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, തള്ളലും വിള്ളലുമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അസോസിയേഷനുകളും ഇവരുടെ വാഴ്ത്തുപാട്ടുകാരും ഒക്കെ ഇങ്ങനെ വാഴ്ത്തിപ്പാടിയാലൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും അനുകൂലമായി ഈ നാട് ചിന്തിക്കുമെന്ന് കരുതണ്ട. ഇപ്പോൾ തുടർഭരണം കിട്ടി, ഒരു ചക്ക വീണ് മുയൽ ചത്തു എന്നതിൻ്റെ പേരിൽ എക്കാലം അത്രയും ചക്ക വീണ മുയൽ ചാവുമൊന്നുമില്ല. കഴിഞ്ഞ കോവിഡിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രചാരവേലക്കകത്ത് PR ഏജൻസിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് വോട്ട് ചെയ്തു പോയതാണ്. ഇപ്പം അവർ അനുഭവിക്കുകയാണ് ദുരിതവും ദുരിതക്കയത്തിലേക്ക് ഈ നാടിനെ മുഖ്യമന്ത്രിയാണ്. നമ്മളെ ജനങ്ങളെ നമ്മൾ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയാണോ? ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണോ? എനിക്കതിൽ അല്ല ശ്രീ അനുജ, ഞാൻ പറയട്ടെ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വലിയ ഒരു പ്രചരണ വേലയും അതോടൊപ്പം തന്നെ ഈ രൂപത്തിലുള്ള വലിയ തള്ളലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോവിഡിൻ്റെതായ ഘട്ടത്തിൽ പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിനകത്ത് ഉണ്ടായ ഒരു ഇമേജിനകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന സർക്കാർ പിണറായിയുടെ സർക്കാർ വീണ്ടും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്കകത്ത് അപ്പോൾ ആ ജനങ്ങൾ വീണ്ടും അധികാരത്തിൽ ഏൽപ്പിച്ചപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ തിക്ത അനുഭവങ്ങളാണ് ഓരോ ദിവസവും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും തീരാക്കയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ നായകനായി നിൽക്കുന്ന ഒരാളെ സ്വന്തം പാർട്ടിയുടെ അണികളും അതുമായി ബന്ധപ്പെട്ടവരും ഇങ്ങനെ പാടിപ്പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷിക്കാം, മുഖ്യമന്ത്രി കുടുംബത്തെ സന്തോഷിക്കാം, ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കും സന്തോഷിക്കാതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന് ഒരു സന്തോഷം വരില്ല എന്നുള്ളതാണ്. വിലക്കയറ്റം കൊണ്ട് നാട് പൊറുതിമുട്ടുകയാണ്. ഈ സമീപകാലത്തും എന്നും ഇല്ലാത്ത വിലക്കയറ്റാണ് നാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമാണ്. സാധാരണക്കാരൻ്റെ അവസ്ഥ എല്ലാ മേഖലയിലും. റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓരോ മേഖല എടുത്ത് പരിശോധിക്കുക, എന്താ അവസ്ഥ കേരളത്തിൻ്റെ. അങ്ങനെ നിൽക്കുന്ന കേരളമാണ്. ഇവിടെ പാലും തേനുമാണ് ഒഴുക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കുടുംബപരമായി ആരോപിക്കപ്പെട്ട അഴിമതി ആരോപണം, ഒരു മുഖ്യമന്ത്രിയുടെ മകള് 1,72,00,000 രൂപ കിത്ത വാങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തെളിവോടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്ന കാലഘട്ടമല്ലേ ഇത്. ക്ലിഫ് ഹൗസ് തൊട്ട് അതോടൊപ്പം സെക്രട്ടേറിയറ്റ് വരെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറുകയല്ലേ. അപ്പം അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ. ആ മുഖ്യമന്ത്രി ഇങ്ങനെ പാടിപ്പുകഴ്ത്തിയാൽ അവർക്കുള്ള സന്തോഷമല്ലാതെ നാട്ടിലെ ജനങ്ങൾക്കാർക്ക് സന്തോഷമില്ല. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും നിലമ്പൂർ വരാൻ പോവുകയാണ്. തൃക്കാക്കരയിൽ നിന്നും അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയും പാലക്കാട് കഴിഞ്ഞ് നിലമ്പൂർ അംഗത്തിൽ വരുന്നുണ്ട്. ജനങ്ങൾ എന്താണ് ഇവരോട് പ്രതികരിക്കുക നമുക്ക് നോക്കാം. തീർച്ചയായും നോക്കാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്തും ഇവർക്ക് വലിയ അടി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനങ്ങളെ ദ്രോഹിക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ എനിക്കൊരു കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണൂരിലൊരു പാർട്ടി സെക്രട്ടറി ഉണ്ട്, ജയരാജൻ. അയാൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി, സൂര്യതാര
എന്താണ് അങ്ങനെ കണ്ണൂരിന്റെ ചെന്താരകം ചെന്താരകം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണൂരിന്റെ ചെന്താരകം, ആ ചെന്താരകത്തിന്റെ അവസ്ഥ എന്താ ഇപ്പോൾ? അപ്പൊ പി ജയരാജൻ ഇല്ലാത്ത എന്താണ് നമ്മുടെ പിണറായി വിജയൻ ഉള്ളത്? അപ്പൊ പിണറായി വിജയൻ മാത്രമാണ് എല്ലാത്തിനും ഇളവ് പിണറായി വിജയനാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ പിണറായി വിജയൻ അപ്പുറം നേതാക്കന്മാരുണ്ടായിട്ടില്ലേ? എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായി, മുഖ്യമന്ത്രി ആരായിട്ടില്ലേ? അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലുള്ള വ്യക്തി ആരാധന എന്താണ് പിണറായി വിജയന് മാത്രം കൽപ്പിച്ചു കൊടുക്കുന്നത്? ഇത് യഥാർത്ഥ സഖാക്കൾ ചിന്തിക്കുന്നുണ്ട്, സാധാരണക്കാരായ സഖാക്കന്മാരുണ്ട്. ഈ പാർട്ടി എങ്ങോട്ട് പോകുന്നു, ഈ പാർട്ടിയുടെ നേതൃത്വം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കുന്ന വളരെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ, ആ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ മനസ്സിനകത്ത് പോലും വേദനയുണ്ടാക്കുന്ന പല കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പി ജയരാജന് കിട്ടാത്ത പ്രത്യേക ആനുകൂല്യം, പി ജയരാജൻ അതിൻ്റെ പേരിൽ പാർട്ടിക്കകത്ത് നടപടി എടുക്കേണ്ടി വന്നു, പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി, ഇപ്പോൾ അയാൾ എല്ലാ തരത്തും ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ പറ്റും. അപ്പോൾ എന്താണ് ഈ പാർട്ടിക്കകത്തുള്ള നയം? ശരി, പരിശോധിക്കപ്പെടതല്ലേ? ശരി. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ റിജിൽ മാക്കുറ്റി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൽ ഈ പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ പേർക്ക് ഇതിൽ വിയോജിപ്പുണ്ട് എന്നാണ് റിജിൽ മാക്കുറ്റി പറയുന്നത്. നമുക്കറിയാം ഈ മെഗാ തിരുവാതിര അത് കോവിഡിന്റെ സമയത്ത് ഉണ്ടായതാണ്. ആ സമയത്ത് അത് പാറശാലയിൽ വെച്ച് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചു എന്ന് അന്നൊരു വലിയ വിമർശനം വന്നു. കൂടാതെ അതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ പിന്നീട് അത് തെറ്റിപ്പോയി എന്നുള്ളത് പാർട്ടിയുടെ തന്നെ വിലയിരുത്തലായി വരികയും ചെയ്തതാണ്. അത് ശരിയായില്ല അത്തരം പ്രയോഗങ്ങൾ എന്നൊക്കെയുള്ളത്. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ ഈ പറയുന്ന കാവലാൾ എന്നുള്ള ഗാനം കാണുന്നത്. കൂടാതെ മറ്റൊരു ഗാനം അത് യൂട്യൂബിലുള്ളതാണ്, അത് ഒരു തട്ടുപൊളിപ്പൻ ഗാനം എന്ന തരത്തിലേക്കാണ്. അതിലുള്ള ചില വരികളാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ കുതിര കഴുകൻ എന്നൊക്കെയുള്ള അതിലുള്ള വരികളാണ്. അത് കേരള CM എന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലേക്കൊക്കെയുള്ള പ്രയോഗങ്ങൾ അത് തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളെ എതിർക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ ഈ പാർട്ടി ഒരു വ്യക്തി എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കാത്ത പാർട്ടിയാണ് എന്നതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. സ്വതന്ത്രമായൊരു വ്യക്തി എന്നുള്ളതിനല്ല അവിടെ പ്രാധാന്യം. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ പോലും അത് വേണ്ട, അങ്ങനെ വേണ്ട എന്ന് പറയാൻ തയ്യാറാകാത്തത് എന്താണ്? ഇത് പാർട്ടി നിലപാടിന് വിരുദ്ധമല്ലേ? ഇത് ഈ കേസ് പറയുമ്പോൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു സംഗതിയേ ഉള്ളൂ. ഇന്ന് ഇത് പ്രകാശനം ചെയ്തപ്പോൾ കമലഹാസനാണല്ലോ അത് സ്വിച്ച് ഓൺ ചെയ്തത്, ആ വീഡിയോ പ്രദർശിപ്പിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ തുടർന്നുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ടല്ലോ, ഇത് സംഘാടകരിന് എന്തൊക്കെ പഴി കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല, ഞാനൊരു പ്രതീകമാണ്. എന്നെ വിമർശിക്കുമ്പോഴും പരോക്ഷമായി ആക്രമിക്കുമ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒക്കെ പാർട്ടിയെയാണ് കാണുന്നത്, പാർട്ടിയുടെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്, പാർട്ടിക്കപ്പുറം എനിക്കൊന്നുമില്ല എന്ന് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ കാര്യങ്ങളൊന്നും വിശദീകരിക്കാനുള്ള സമയം ഇവിടെ ഇല്ലെങ്കിലും എല്ലാവർക്കും ലഭ്യമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ അതുകൊണ്ട് ശ്രീ എം ജയചന്ദ്രൻ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് പാർട്ടി ആണ്, പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് മുകളിലല്ല താൻ എന്നാണല്ലോ. പക്ഷെ ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നത് എന്താണ്? ഒരു വ്യക്തി കേന്ദ്രീകൃതമായുള്ള വ്യക്തി പൂജയിലേക്ക് തന്നെയല്ലേ? ഇതൊരു സംഭവമല്ലല്ലോ. നമ്മൾ എത്രയോ, ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എത്ര ഗാനങ്ങളും ഏറ്റവും ഒടുവിൽ ഡോക്യുമെൻ്ററി കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വ്യക്തി കേന്ദ്രീകൃതം എന്ന തരത്തിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. അതെ, ഇത് വ്യക്തി കേന്ദ്രീകൃതമാണെന്നും വ്യക്തിപൂജയാണെന്നും ഒക്കെ കാണുന്നവർക്ക് അങ്ങനെ തന്നെ താല്പര്യത്തോടെ അത് സുഖിച്ച് പറഞ്ഞു നടക്കാം. ഇപ്പോൾ റിജിൽ മാക്കുറ്റി പറയുന്നില്ലേ, ഇവിടെ തൊഴിലില്ലായ്മയാണ്, വിലക്കയറ്റമാണ്, ഒക്കെ ശരിയാണ് എന്ന് സങ്കല്പിക്കുക. താങ്കളും അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പണി എന്താണ് അനുജ? കേരളത്തിൽ എന്താണ് ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ പണി? നിങ്ങൾ കാണുന്നുണ്ട്, ചടങ്ങിനുള്ള സമരമല്ലാതെ കേരളത്തിൽ ചടുലമായൊരു സമരം നിങ്ങൾ കാണുന്നുണ്ടോ പ്രതിപക്ഷത്തിൻ്റെ? എന്താണ്? ഇത്രയധികം തൊഴിലില്ലായ്മയുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ അടങ്ങിയിരിക്കുമോ? ഇത്രയധികം വിലക്കയറ്റം ഉണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ അടങ്ങിയിരിക്കുമോ? അതും പിണറായി വിജയൻ ചാട്ടവാർ കൊണ്ട് അടിച്ചമർത്തുകയാണെന്നാണ് ഇവർ പറയാൻ വരുന്നത്. പറയട്ടെ. അപ്പോൾ അതല്ല, അങ്ങനെ സമരത്തിന് ആളെ കിട്ടില്ല എന്ന് ഇവിടെ. അതാണ് പ്രശ്നം. ജനങ്ങൾക്ക് അവർ തീരുമാനമെടുക്കുന്ന അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത്. ഇപ്പം പെട്ടെന്ന് പറഞ്ഞ എന്താ, കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് വിജയം അതാണല്ലോ ഒരു സമീകരണമായിട്ട് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടുത്തെ ആ വിജയം എന്നുള്ള അറിയാത്ത ഏതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടോ, UDFകാരുണ്ടോ, പ്രതിപക്ഷക്കാരുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അതേതാണ്ട് വലിപ്പം പോലെ അങ്ങ് പറയുക, ആവർത്തിച്ച് പറയുക. അതിന് ചേർത്ത് വെക്കുന്ന എങ്ങോട്ടാണ്? നിലമ്പൂരിൽ. ഞാൻ ഇവിടെ വെച്ചൊരു കാര്യം ചോദിക്കട്ടെ, ആര് ജയിക്കും തോക്കും എന്നൊക്കെയുള്ള ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടിടുമ്പോഴേ അറിയാൻ പറ്റൂ. ബൈ ഇലക്ഷൻ നടന്നല്ലോ വയനാട്ടിൽ. നിലമ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മാത്രം
പ്രിയങ്ക ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം 62,000 വോട്ട് ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം. എന്താ ഒരൊറ്റ കോൺഗ്രസ് നേതാവും പറയാത്ത അതേ ഭൂരിപക്ഷം ഞങ്ങളിവിടെ വാങ്ങിക്കുമെന്ന്? 20,000 വോട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിക്കും. പിന്നെ 50 കൂടെ ഉണ്ടെങ്കിൽ 27 30 ആകും. ഇതാണല്ലോ ഇപ്പോഴും പറയുന്നത്. 62 വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വരണ്ട. ഓരോ ഇലക്ഷനും ഓരോ തരത്തിലാണ് നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടല്ല നമ്മളുടെ ഈ ചർച്ച എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഇപ്പൊ തുടർച്ചയായി തന്നെ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് പലതരത്തിൽ പല കോണുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഗാനങ്ങളും തിരുവാതിരയും ഡോക്യുമെന്ററിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പാർട്ടിക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. പാർട്ടിയുടെ നിലപാട് ഇതാണോ? അല്ല, ഞാൻ ആ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പാണ് താങ്കൾ ഇടപെട്ടത്. ഇപ്പോൾ റിജിൽ മാക്കുറ്റിക്ക് ഇലക്ഷൻ്റെ കാര്യം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അന്നേരം ഇടപെടുന്നില്ല. പക്ഷെ ഞാൻ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ അതിൽ ഇടപെടുകയും വേണം. അതെനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ ഈ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെയാണല്ലോ ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അതിനൂടെ മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്നുള്ളത് താങ്കൾ അംഗീകരിച്ചു തരണം. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ പിണറായി വിജയൻ്റെ കാര്യം, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പിന്നെ അവരുടെ പണം മുടക്കി സർക്കാരിൻ്റെ വാർഷികം പ്രമാണിച്ച് ചെയ്ത പരിപാടിയാണ്. ഈ പണ്ടൊക്കെ നമ്മൾ അനുജ കണ്ടിട്ടുണ്ടല്ലോ, സിനിമാ തിയേറ്ററുകളിൽ ചെല്ലുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം കാണാറില്ലേ, DIVPയുടെ റീൽസ്, ഒരു കർഷകൻ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക താളത്തിലും ശബ്ദത്തിൻ്റെ ഒരു വോയിസ് ടോണിലും ഒക്കെ പറയുന്നത്. അന്ന് മുതലേ PRD എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ DIVP ആണ്, പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റി, അതാണ് അവർ ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ PRD. ഈ PRD തുടങ്ങിയത് 2016 പിണറായി വിജയൻ അല്ലെന്ന്. അതിന് തൊട്ട് മുമ്പ് 2016 മാർച്ചിലൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് PRD. അതിൻ്റെ പേര് ഉമ്മൻചാണ്ടിയുടെ 50 വർഷങ്ങളുടെ. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ 2011-16 ഭരണത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ 50 വർഷങ്ങൾ. അതിന് മുമ്പും PRD ഉണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരിച്ചത് KC ജോസഫ് ആയിരുന്നല്ലോ, സാംസ്കാരിക വകുപ്പിൻ്റെയും PRDയുടെയും വകുപ്പ് മന്ത്രി. അപ്പോൾ അത് നടക്കുന്നുണ്ട്. PRD അവരുടെ പണി ചെയ്യുന്നുണ്ട്. അവരുടെ പണി പബ്ലിക് റിലേഷൻസ് ആണ്. ഇനി ഇലക്ഷൻ വരുമ്പോഴേക്ക് കൂടുതൽ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള എന്റെ ചോദ്യം അതല്ല എന്ന് താങ്കൾക്കറിയാം. PRDയുടെ അല്ല ഇത്. ശ്രീ M. ജയചന്ദ്രൻ, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഇപ്പോ ഈ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നതിനല്ലല്ലോ നമ്മൾ ഈ ചോദിക്കുന്നത്. അത്തരം PRD വർക്കിനെ കുറിച്ച് അല്ലല്ലോ ഈ സംശയങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഉയർന്നു വരുന്നത്. ഇതൊരു വ്യക്തിയെക്കുറിച്ച് ഈ തരത്തിലേക്കുള്ള പുകഴ്ത്തിപ്പാടലുകൾ അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ ഇറക്കുമ്പോൾ, അതും ഒരു മാർക്സിസ്റ്റ് നേതാവിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, അതാണ് നമ്മൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പാർട്ടി ഇതിന് യോജിക്കുന്ന നിലപാടാണോ പാർട്ടിയുടേത്? പാർട്ടിയുടെ രീതി അതാണോ? ഈ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. പറഞ്ഞു വരുന്നതേ പുകഴ്ത്ത് അല്ല, അതെ, പുകഴ്ത്ത്, വാഴ്ത്ത്, സ്തുതി, ഇതൊക്കെ ആ ടെർമിനോളജിയൊക്കെ കണ്ടുപിടിച്ചവരോട് ചോദിക്കണം. അത് ഈ പിന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന അവരുടെ ശമ്പളം കൊണ്ടാണ്, അതിൽ നിന്ന് പണം മുടക്കിയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇന്നത്തെ ഈ പരിപാടി നടത്തിയത്. അതാണ് പിണറായിയെ കുറിച്ച് ഡോക്യുമെൻ്ററി അവർ ഇറക്കിയത്. അതിന് അവർക്ക് അവകാശമുണ്ടെന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ താങ്കൾ അത് ചൂണ്ടിക്കാണിച്ചോളൂ. അപാകത എന്നുള്ളതല്ല ശ്രീ ജയചന്ദ്രൻ, ഈ അപാകത എന്നുള്ളതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പാർട്ടിയെ ബന്ധിപ്പിച്ചുകൊണ്ടാണല്ലോ. ഇത് ഒരു മാർക്സിയൻ കാഴ്ചപ്പാടാണോ? മാർക്സിയൻ ഇതൊക്കെ എത്രയോ പ്രാവശ്യം അനുജ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ മാത്രമല്ല, CPM-ഉമായിട്ട് LDF-ഉമായിട്ടും ബന്ധപ്പെട്ട നേതാക്കൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയോ ഭരണമല്ല കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യയിൽ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ പിന്നെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഭരണഘടനാപരം അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ്. അവിടെ ആ ഭരണഘടന കീഴിലെ പ്രവർത്തിക്കാൻ പറ്റൂ. മാർക്സിസമോ ലെനിനിസമോ അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അതൊക്കെ എത്രയോ പ്രാവശ്യം പാർട്ടിയുടെ ചില നയങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണോ ഈ കാര്യത്തിലും അതിൽ നിന്ന് വ്യതിചലിച്ചോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, താങ്കളിലേക്ക് ഒരു മിനിറ്റ് തന്നെ ശ്വാസം വിടാനുള്ള സമയം പോലും തരാതെ വീണ്ടും ഇടപെട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ പലരെ സന്തോഷിപ്പിക്കുന്ന കാര്യം. അതന്നെ എനിക്ക് സന്തോഷമുണ്ട്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് സന്തോഷമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അണികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലക്ഷക്കണക്കിന് ജനങ്ങൾക്കും സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇറക്കിയത്. എന്താ സംശയം? അതിലൊരു സംശയവും വേണ്ട. അത് വാഴ്ത്താണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ പിന്നെ ആ വാഴ്ത്തെന്നുള്ള ആ എലമെൻറ്റിനെ ഞാൻ നിഷേധിക്കുന്നു. അത് വാഴ്ത്തല്ല, വസ്തുതയാണ്, ചരിത്രപരമായ വസ്തുതയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. ചരിത്രപരമായി തന്നെ നിഷേധിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ചരിത്രപരമായ വീഡിയോ വെച്ച് നിഷേധിക്കൂ, ഞാനും നിഷേധിക്കാം. അത് പിന്നെ കമ്പോട് കമ്പ് കണ്ടയാളാണ് ഞാൻ.
എന്താണ് അതിൻ്റെ അകത്ത് വാഴ്ത്ത്, എന്താണ് അതിൻ്റെ സ്തുതിയുള്ളത്? പറയൂ, ചർച്ച ചെയ്യാം നമുക്ക്. അല്ല, ഇതിൽ താങ്കൾ വീണ്ടും അതിനെ പരത്തി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ നേട്ടത്തെക്കുറിച്ചൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ജ്വലിച്ച സൂര്യൻ, പടയ്ക്ക് മുന്നിലെ പടനായകൻ, ഫീനിക്സ് പക്ഷി, നാടൻ കൈവിളക്ക്, തീയിൽ കുരുത്ത കുതിര, കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ, ഈ തരത്തിലേക്ക് ഇതൊട്ടേറെയുണ്ട്. ഇത് ചിലത് മാത്രമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി ഇത് പോകുമ്പോൾ ഇപ്പം മറ്റേതെങ്കിലും പാർട്ടി ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കില്ല. ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾക്കത് അറിയാമല്ലോ. ഈ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ജോർജ് കൊടിപ്പാറ, ഇതിപ്പോൾ എന്താണ് നമ്മൾ ഈ തുടർച്ചയായി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാർ തുടർഭരണം നേടിയതാണ്, പിണറായി വിജയൻ ഒരു കരുത്തനായ നേതാവാണ്, അദ്ദേഹത്തിന്റെ നേതൃപാഠവും നമ്മൾ ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷേ അതൊരു വാഴ്ത്തിപ്പാടലിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഉയർന്നു വരുന്നത്. അത് ഈ പാർട്ടിയുടെ രീതിയാണോ? സാധാരണഗതിയിൽ ഇത് നേതാക്കൾ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാറുണ്ടോ? മാത്രമല്ല, ഈ പാർട്ടിയിൽ തന്നെ ഇതിനു മുൻപ് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അപ്പോൾ തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് അത് അനുവദിക്കില്ല, വ്യക്തിപൂജ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ചരിത്രം നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത കാലത്ത് തന്നെ. പക്ഷേ ഇവിടെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് വ്യക്തിപൂജയാണോ അതോ നമ്മൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണോ വാഴ്ത്തിപ്പാടൽ, സ്തുതിഗീതം എന്നൊക്കെ? അനുജ, ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയചന്ദ്രന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തതോ അറിയാത്തതോ അദ്ദേഹത്തിന്റെ ഉള്ളിലില്ലാത്തതോ അല്ല. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ആ രീതിയിൽ അവതരിപ്പിക്കാനോ ആ രീതിയിൽ സംസാരിക്കാനോ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ഈ ഡോക്യുമെന്ററിയിൽ എന്തെങ്കിലും ചരിത്രപരമായ അല്ല വസ്തുതാപരമായ അപാകം ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാറിനോട് എനിക്ക് പറയാനുള്ളത്, പല കാര്യങ്ങളിലും അപാകമല്ല, അതിനപ്പുറത്തൊരു സംഗതിയുണ്ട്, ഔചിത്യം എന്ന് പറയുന്നൊരു സാധനം. ആ ഔചിത്യത്തെ കുറിച്ചാണ് ഇവിടെ അനുജ നമ്മളോട് ചോദിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു വ്യക്തി, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകട്ടെ, CPM ഇന്നുവരെ കണ്ട ഏറ്റവും മഹാനായ നേതാവാകട്ടെ, ആരുമാകട്ടെ, അങ്ങനെ ഒരു വാഴ്ത്തിപ്പാടുന്ന ചരിത്രം അല്ലെങ്കിൽ അങ്ങനെ സ്തുതിഗീതങ്ങൾ ആലപിച്ച് അദ്ദേഹത്തെ മനുഷ്യർക്കപ്പുറത്ത് ജ്വലിക്കുന്ന സൂര്യനും പറക്കുന്ന കഴുകനും ഇങ്ങനെ ഫീനിക്സ് പക്ഷിയൊക്കെ ആക്കി. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ CPM മുഖ്യമന്ത്രി അല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയാണോ? ഇത്രത്തോളം എന്താ പറയാ ആരോപണ വിധേയനായ ഒരു മുഖ്യമന്ത്രി കൂടിയല്ലേ. മറുവശത്ത് EMS നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള മഹാനായ മുഖ്യമന്ത്രിമാര്, അദ്ദേഹത്തെ പോലെ എന്താ പറയാ വലിയ ധൈഷണികനായ ചിന്തകനായ താത്വിക ആചാര്യനായ EMS ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള സാധനം നമ്മൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനത്തെ സാധനം ഒന്നും എഴുതിയാൽ അത് അംഗീകരിക്കൂല. ഇനി ജനകീയതയുടെ കാര്യത്തിൽ നോക്കുക, പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും മഹാനായ ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ അല്ലെ കമ്മ്യൂണിസ്റ്റുകാരനാണോ? AKGയെ പോലുള്ള കേരളത്തിലെ ജനം മുഴുവൻ നെഞ്ചേറ്റിയ ഒരു ജീവിതം മുഴുവൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച AKG, പാർലമെന്റിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന AKG, ഇന്നും AKGയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത രോമാഞ്ചം ഉണ്ടാകുന്ന, അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ പറയാ വികാര വായ്പോടുകൂടിയെല്ലാം ചിന്തിക്കാൻ കഴിയാത്ത എത്രയോ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, സഖാക്കളുണ്ട്. അവർക്ക് ആർക്കും കിട്ടാത്ത ഈ പറഞ്ഞ ഈ സ്തുതിഗീതങ്ങളുടെ പരമ്പര, അത് തിരുവാതിരപ്പാട്ടായിട്ടും അല്ലെ തിരുവാതിരക്കളിയായിട്ടും അതുപോലെ തന്നെ മറ്റ് വാഴ്ത്തുപാട്ടായിട്ടും ഏറ്റവും ഒടുവിൽ ഇതാ ഈ പറഞ്ഞ രീതിയിൽ ഡോക്യുമെന്ററി ആയിട്ടും വരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഡോക്യുമെന്ററി എടുത്ത അസോസിയേഷൻ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനോടും സഹതാപമുണ്ട്. ആ ഡോക്യുമെന്ററിയുടെ പ്രകാശനത്ത് വന്നിരുന്ന് അത് ആസ്വദിച്ച മുഖ്യമന്ത്രിയോടും എനിക്ക് സഹതാപം. കാരണം ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അവകാശപ്പെടുന്നവരാ. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അങ്ങനെ ഒരു സംഗതി ഈ കമ്മ്യൂണിസത്തിൽ ഇങ്ങനെ വ്യക്തികളെ പൂജിക്കുകയും വ്യക്തിയാണ് പ്രസ്ഥാനത്തിനപ്പുറത്തേക്ക് വ്യക്തിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന സംസ്കാരം എന്നു മുതലാണ് തുടങ്ങിയത്? അത് അഭിലഷണീയമായ നമുക്ക് സ്വാഗതം ചെയ്യാവുന്ന ഒരു സംഗതിയാണോ? എന്തിന് 35 വർഷക്കാലം, ഇപ്പൊ 2ാം ഊഴം കിട്ടിയതിന്റെ പേരിലാണ് ഇവിടെ ഈ ആഘോഷമെങ്കിൽ 35 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച പശ്ചിമ ബംഗാളില്ലേ? ലെജൻഡിനേക്കാൾ വലിയ ലെജൻഡായി മാറിയ ജ്യോതിബാസുവും ബുദ്ധദേവ് ആ സമയത്ത് ഇപ്പോ ശശികുമാർ പറഞ്ഞത് കേട്ടില്ലേ, സാങ്കേതിക വിദ്യ അങ്ങനെ എത്തിയിരുന്നില്ല. ഇപ്പോൾ ഇത്രയും സാങ്കേതിക വിദ്യ പുരോഗമിച്ച സമയത്ത് ഇതൊക്കെ ഉണ്ടാകും. എന്ത് ബാലിശമായ ന്യായമാണത്? അതൊന്നും അല്ല അതിനകത്തെ പ്രശ്നം.
അതായത് നമ്മുടെ സംസ്കാരം, കമ്മ്യൂണിസ്റ്റ് സംസ്കാരം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരുടെ കാഴ്ചപ്പാടും നിലപാടുകളും വിശ്വാസവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ, ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമ്മൾ അറിയുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണരുന്നത് മർദ്ദിതനും ചൂഷിതനും അതുപോലെ തന്നെ നീതി നിഷേധിക്കപ്പെട്ടവനാണ്. കർഷക തൊഴിലാളിയാണ്, വ്യവസായ തൊഴിലാളിയാണ്, മത്സ്യത്തൊഴിലാളിയാണ്, കശുവണ്ടി തൊഴിലാളിയാണ്, കയർ തൊഴിലാളിയാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മഹാഭൂരിപക്ഷവും ഈ പറഞ്ഞ ആളുകളല്ല. അത്തരം തൊഴിലാളികളുടെ സ്ഥാനത്ത് ഇന്ന് മധ്യവർഗമാണ്. NGO മാരും അതുപോലെ തന്നെ കോളേജ് അധ്യാപകരും സ്കൂൾ അധ്യാപകരും അതുപോലെയുള്ള ബാങ്ക് എംപ്ലോയീസും ഒക്കെ അടങ്ങുന്ന മധ്യവർഗമാണ് ഇന്ന് പാർട്ടിയിൽ ആധിപത്യം പുലർത്തുന്നത്. അവരാണ് പാർട്ടിയെ നിശ്ചയിക്കുന്നതും പാർട്ടിയുടെ നിലപാടുകളെ പോലും സ്വാധീനിക്കുന്നതും. അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ അവകാശങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് ആരോ അവരെ വാഴ്ത്തുകയും അവരെ എന്താ പറയുക ഈ രീതിയിലൊക്കെ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക തകർച്ചയുടെ ഭാഗമാണ്, അവസരവാദത്തിന്റെ ഭാഗമാണ്. അത് ആസ്വദിക്കുന്ന നേതാക്കളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു മറുവശം കൂടിയുണ്ട്. എന്തുകൊണ്ട് ജയരാജനത് പറ്റില്ല? കണ്ണൂരിലെ ജനലക്ഷങ്ങൾ നെഞ്ചേറ്റിയ ഒരു നേതാവാണല്ലോ അദ്ദേഹവും. അവിടുത്തെ ചെറുപ്പക്കാരുടെ ഹരമാണ്, അവിടുത്തെ വിപ്ലവ സൂര്യനാണ്. അവർക്ക് അങ്ങനെ പറയാൻ അവകാശമില്ലേ? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ ഓൾ ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ എന്ന് ജനാധിപത്യത്തിൽ പറയാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരൊറ്റ സംബോധനയെ ഉള്ളൂ. പിണറായി വിജയനെ സംബോധന ചെയ്യുന്നതും P ജയരാജനെ സംബോധന ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്കി എല്ലാ നേതാക്കളെയും ആരായാലും ശരി എല്ലാവരെയും ഒരേ പേരിൽ സംബോധന ചെയ്യാണ്, സഖാവ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സഖാവ് എന്നുള്ള എല്ലാവരും സഖാക്കളായിരിക്കെ ചില സഖാക്കൾ മാത്രമേ ഈ സൂര്യനും അതുപോലെ തന്നെ കാരണഭൂതനും എല്ലാമായി മാറുന്ന അല്ല, ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് മാത്രം ഇളവുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അതാണ് റിജിൽ മാക്കുറ്റിയും ചോദിച്ച ചോദ്യം. ഞാൻ താങ്കളിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം മടങ്ങിയെത്താം. തിരികെ ന്യൂസ് ഇവനിംഗിലേക്ക്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഈ ഡോക്യുമെന്ററിയുടെ തിരക്കഥാകൃത്ത് ശ്രീ പ്രസാദ് കണ്ണൻ ഉണ്ട്. ശ്രീ പ്രസാദ് കണ്ണൻ, എന്താണ് ഈ ഡോക്യുമെന്ററിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതൊന്ന് വ്യക്തമാക്കാമോ? പിണറായി ദ ലെജൻഡ്, അത് ഈ ഘട്ടത്തിൽ പുറത്തിറക്കുന്നത് സർക്കാരിന്റെ വാർഷികാഘോഷം, 4ാം വാർഷികാഘോഷം എന്നുള്ളതിന്റെ ഭാഗമായി ആണോ? അല്ല, ഇതിനകത്ത് ശരിക്കും നമുക്ക് ഒറ്റ സെന്റൻസിൽ നമുക്കത് ഇതിനുള്ള ഉത്തരം ചുരുക്കാൻ പറ്റും. അതായത് പിണറായി സഖാവിലുള്ളത് മാത്രമേ ഈ ഡോക്യുമെന്ററിയിലുള്ളൂ, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററിയിൽ ഉള്ളത് മാത്രമേ പിണറായി സഖാവിലുള്ളൂ. അതാണ് ഇതിനകത്ത് മറ്റ് ഉദ്ദേശങ്ങളില്ല. ഒരു നേതാവിനെ, കേരളം കണ്ട ഏറ്റവും നല്ലൊരു നേതാവിനെ രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഉദ്ദേശം. അതെ, അപ്പോൾ അതായത് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്നുള്ളതല്ല, പിണറായി വിജയൻ എന്നുള്ള നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ഡോക്യുമെന്ററിയാണിത്, അല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാനായ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വം നല്ല രീതിയിൽ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ തികഞ്ഞ നേതാവ് എന്ന് പറയാൻ പറ്റുന്നത്. പകരക്കാരനില്ലാത്ത തികഞ്ഞ നേതാവ്. പകരക്കാരനില്ലാത്ത തികഞ്ഞ നേതാവ്, ഒരേ ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. അതായത് കേരളത്തിൽ അത്തരത്തിലേക്ക് ഒരൊറ്റ നേതാവ് പോലും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള കേരളത്തിനെ ഈ തരത്തിൽ വികസനത്തിലേക്ക് എത്തിച്ച മറ്റൊരു നേതാവിന്റെ പേര് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, അതാണോ ഈ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, അതാണോ എന്നുള്ളതാണ്. ഇപ്പോൾ EMSനോ അല്ലെങ്കിൽ മുൻപുള്ള ഒരു മുഖ്യമന്ത്രിമാരെ പോലെ അല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു നേതാവാണ്, ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ, അല്ലേ? തീർച്ചയായും തികഞ്ഞ നേതാവ്, പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു നേതാവ്. അതെ, അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഈ നമ്മൾക്കറിയാവുന്നതാണെങ്കിൽ ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഇത്തരം വ്യക്തിയാധിഷ്ഠിതമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് വ്യക്തികേന്ദ്രീകൃതമാകുന്നിടത്ത് അവിടെ തടയിടുക എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് താൻ. ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഇത് പിണറായി വിജയൻ എന്നൊരു നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണോ എന്ന്. അത് ഈ പാർട്ടിയുടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെയൊന്ന് അവരനുവദിക്കില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. നമ്മളത് വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കേണ്ടതുണ്ടോ? നമ്മളിപ്പോ നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്ന ഇത് കാണാതിരിക്കുമ്പോൾ, അങ്ങനെ കാണാതിരിക്കുകയാണെങ്കിൽ, നമ്മൾ കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അർഹതയില്ല എന്ന് നമ്മുടെ നാട്ടുപുറത്തൊക്കെ പറയാറുണ്ട്. അപ്പം നന്മ ചെയ്തത് തീർച്ചയായും അടയാളപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരു അടയാളപ്പെടുത്തലാണിത്. അതെ, നന്മ മാത്രം ചെയ്തിട്ടുള്ളത് എന്ന തരത്തിലേക്കാണോ?
അങ്ങനെ അതിനെ വളച്ചൊടിക്കേണ്ടതുണ്ടോ? പക്ഷേ ഒരുപാട് നന്മയുണ്ടല്ലോ, നന്മ മാത്രം തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്, തിന്മ ചെയ്തിട്ടില്ലല്ലോ. അതാണ്, ഇതൊരു ഭരണാധികാരി എന്നതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്ന സംശയം, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധികാരി എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ആരാധനയുടെ രൂപത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം നന്മ മാത്രം ചെയ്യുന്ന ഒരു നേതാവ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരാൾ ഉണ്ടാകുമോ? മനുഷ്യ സ്നേഹത്തോടൊപ്പം നിന്ന, മനുഷ്യനെ ചേർത്ത് പിടിച്ച, മനുഷ്യനെ മനസ്സിലാക്കുന്ന, കൃത്യമായ രീതിയിൽ തന്റെ കടമ നിർവഹിക്കുന്ന, നമ്മുടെ ഡോക്യുമെന്ററിയിൽ തന്നെ അനുഭവസ്ഥർ ഒരുപാട് വ്യക്തികൾ വ്യക്തമായിട്ട് അവരുടെ ജീവിതം വാക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ബഹുമാനപ്പെട്ട CM-ന്റെ കൂടെ പഠിച്ച ഒരു വ്യക്തിയുടെ അനുഭവം വ്യക്തമാക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മകൾക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി സഹകരണ സ്ഥാപനത്തിൽ പോകുമ്പോൾ ആ കാര്യം എന്നോട് പറയരുത്, നമ്മുടെ പാർട്ടിയുടെ രീതി അതല്ല എന്ന് വളരെ ശക്തമായിട്ട് പറയേണ്ടിടത്ത് കൃത്യമായി പറഞ്ഞ ഒരു നേതാവാണ്. അതൊക്കെ മുൻപ് EMS-നെ പോലെയൊക്കെയുള്ളവര് ഇതുപോലെയൊക്കെയുള്ള നിലപാടുകൾ വളരെ ശക്തമായി തന്നെ കൈക്കൊണ്ടിട്ടുള്ളതല്ല. മറ്റു പല കാര്യങ്ങളിൽ പോലും അങ്ങനെയൊക്കെയുള്ള ശക്തമായ കൃത്യമായ നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ള നേതാവല്ലേ പ്രസാദ് കണ്ണൻ? തീർച്ചയായിട്ടും ആണ്. അതുകൊണ്ട് പിന്നെ മഹാന്മാരായ അത്തരം നേതാക്കളൊന്നും ഇങ്ങനെയല്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നില്ല. അതിനങ്ങനെ ഒരു അർത്ഥമില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വികസനത്തിന്റെ, നമ്മൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളുടെ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നേതാവിന്റെ, ഇപ്പം വ്യക്തമായിട്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട താങ്കൾക്ക് തന്നെ അത് അറിയാം. ഈ നമ്മുടെ കോവിഡിന്റെ കാലത്തും അതുപോലെ തന്നെ കേരളം കണ്ണീരിൽ ആണ്ടുപോയ കാലത്തും നമ്മൾക്ക് ശക്തിയായി, നമ്മൾക്കൊപ്പമുണ്ട് ഒരാൾ എന്ന് പറഞ്ഞ് തോളോട് തോൾ ചേർന്ന് ഒരു ശക്തിയായിരുന്നു, ഒരു ധൈര്യമായിരുന്നു. നമ്മൾ താഴ്ന്നു പോകുന്ന ഒരു സ്ഥലത്ത്, കണ്ണീർ കയത്തിലേക്ക് നമ്മൾ താണു പോകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പൊങ്ങി വരാൻ വേണ്ടി ഒരു കൈ തന്നു, ഒരു ആശ്വാസം തന്നു. ആശ്വാസം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും വളരെ വലിയൊരു കാര്യമല്ലേ. അത്തരത്തിലൊരു ഒരു നേതാവ് ഒപ്പം നിന്നില്ലേ? അപ്പൊ അങ്ങനെ ഒപ്പം നിന്നപ്പോ അത് രേഖപ്പെടുത്തേണ്ടുന്നത് ഒരു കലാകാരനാണ്, ഒരു എഴുത്തുകാരനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ് എന്നുള്ള രീതിയിൽ എന്റെ കർത്തവ്യമാണ്, എന്റെ ഉത്തരവാദിത്വമാണ് എന്നുകൂടി ഞാൻ വളരെ എളിമയോടുകൂടി ചിന്തിച്ചുപോയി. അതെ, അപ്പോൾ അവിടെ തന്നെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം കഴിവിൽ പ്രവർത്തിച്ചു വളർന്നു വന്നയാളല്ല, പാർട്ടിയുടെ ഉത്പന്നമാണ് എന്ന് അദ്ദേഹം, ഇപ്പൊ താങ്കൾ ഈ പറയുന്നതിനെ ഒരളവ് വരെ തിരുത്തുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു. പാർട്ടിയുടെ ഒരു ഉത്പന്നമാണ്, അതായത് സ്വന്തം കഴിവ് എന്ന തരത്തിലേക്ക് നിങ്ങൾ അതിനെ വ്യക്തി കേന്ദ്രീകൃതം എന്ന തരത്തിലേക്ക് ആക്കരുത് എന്നാകാം അദ്ദേഹം പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന് ഇത് വേണ്ട എന്ന് പറയുന്നുമില്ല. വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ട്, പൂർണ്ണമായും വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ട് ഉള്ളതല്ല. അതിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലിലെ തിരമാലകൾക്ക് കടലിന്റെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരിയായി മാറാൻ കഴിയുകയുള്ളൂ. ഒരു ബക്കറ്റിൽ എടുത്തു വെച്ച വെള്ളത്തിന് തിരിയായി മാറാൻ കഴിയില്ല എന്ന് ഒരു കവിതയെ കോട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്കൊപ്പം, പാർട്ടിയാണ് ശക്തി, പാർട്ടി തന്നെയാണ് ശക്തി. അത് വ്യക്തമാണ്. അതും ഇതുമൊക്കെ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ്. അതെ, ഒപ്പം തന്നെ ഇതിൽ ഈ അമ്മയുടെ പേര് തെറ്റായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും അദ്ദേഹം ഇന്നിപ്പോൾ അതൊരു നീതികേടാണ് എന്നത് തീർച്ചയായും അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നതുമായി അതിന് ബന്ധമില്ല എങ്കിൽ പോലും ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ ഇതൊരു സ്തുതി ഗീതം എന്നതല്ല എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ പ്രസാദ്? സ്തുതിഗീതമല്ല. അമ്മയുടെ പേരിന്റെ കാര്യത്തിൽ ഒരു അക്ഷരത്തിന്റെ മാറ്റമാണ്. അത് നമ്മൾക്ക് ഈ ഇദ്ദേഹത്തെ കുറിച്ച് കിട്ടുന്ന എല്ലാ ഡോക്യുമെന്റ്സിലും അതായത് ഞാനിത് റിസർച്ച് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവിന്റെ കല്യാണ കത്ത് പോലും കളക്ട് ചെയ്ത് വെച്ച ഒരാളാണ്. എന്റെ കയ്യിൽ ഉണ്ട് അത് ഇപ്പോഴും. ഇത് പല സ്ഥലങ്ങളിലും അതായത് ഈ രണ്ട് രീതിയിലാണ് ഒരു അക്ഷരം. പക്ഷെ തീർച്ചയായും നമ്മളത് തിരുത്തിയിട്ട് മാത്രമേ ഇനി പൊതുജനത്തിന്റെ സമക്ഷം അത് എത്തുകയുള്ളൂ. ഈ നമ്മൾ വ്യക്തിയെ പ്രകീർത്തിക്കുന്നത് പോലെ ചെയ്ത ഒരു ഡോക്യുമെന്ററി അല്ല. സത്യത്തിൽ ഈ ഡോക്യുമെന്ററി നമ്മൾ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തതിന് ഒടുവിലാണ് ഒരു പാട്ട് എഴുതാൻ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എഴുതിയതാണ്. അത് ആരും പറഞ്ഞ് ഞാൻ ചെയ്തതല്ല. ചെങ്കൊടിക്ക് ചിന്തയായി ചങ്കിലെ മന്ത്രമായി എഴുതിയത് ഈ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയ, എന്നിലെ എഴുത്തുകാരന് തോന്നിയ ഒരു തോന്നലാണ്. അല്ല, ഇപ്പൊ ഈ കോവിഡ് കാലത്തെ കാര്യമൊക്കെ പറയുമ്പോൾ അതിലൊരു വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു
തീർച്ചയായും അദ്ദേഹം ആ സമയത്ത് കാണിച്ചിട്ടുള്ള ആ ഒരു നേതൃപാടവം നമ്മൾ ഒരിക്കലും അതിനെ വില കുറിച്ച് കാണിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു സംവിധാനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സംവിധാനത്തിന്റെ കൂടി പിന്തുണയോടെ ഇപ്പോൾ നമ്മൾ ഈ ആശമാരുടെ കാര്യമൊക്കെ പറയുന്നതും അവിടെയാണല്ലോ. അവർ സമരം ചെയ്യുന്നു, അവരുടെയൊക്കെ ഒരു പിന്തുണ ആ സമയത്തുണ്ടായിരുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ നയിച്ചുകൊണ്ട് അന്ന് പിണറായി വിജയൻ നിന്ന അത് നമ്മൾ ഒരിക്കലും അതിനെ വില കുറച്ച് കാണുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നവരുമല്ല. പക്ഷെ എങ്കിൽ പോലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേട്ടം എന്ന തരത്തിലേക്ക് എത്രയും അധികം പുകഴ്ത്തുമ്പോഴാണ് അത് വിമർശന വിധേയമായി വരുന്നത് എന്നതാണ് ഞാൻ കരുതുന്നത്. പ്രസാദ്, അങ്ങനെയല്ല. അതില് ബഹുമാനപ്പെട്ട താങ്കൾക്കൊരു തിരുത്താനുള്ള സമയമുണ്ട്. കാരണം വ്യക്തിയിലേക്കല്ല അത് പോകുന്നത്, ചെയ്ത കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ നേതാവ് എന്ന് പറയുമ്പോൾ ആ നേതൃനിരയിൽ നിന്ന് നല്ല നിലയ്ക്ക് നേതൃത്വം നൽകിയാൽ മാത്രമാണ് ഭരണ സംവിധാനം നല്ല രീതിയിലേക്ക്, വേണ്ടുന്ന രീതിയിലേക്ക് തിരിയുക. ശരി, അങ്ങനെ തിരിയാത്ത കാലഘട്ടങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു കേരളത്തിന്. നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണ്, നമ്മൾ അനുഭവിച്ചതാണ്, എത്രയോ തലമുറകൾ അനുഭവിച്ചതാണ്. ഞാൻ അടക്കമുള്ള, താങ്കൾ അടക്കമുള്ള തലമുറ അനുഭവിച്ചതാണ്. അതുകൊണ്ട് വ്യക്തിയെ കേന്ദ്രീകരിച്ചതോ പ്രകീർത്തനോ എന്നുള്ള രീതിയിലേക്ക് ദയവ് ചെയ്തത് എടുക്കരുതെന്നാണ് എൻ്റെ വിധേയമായിട്ടുള്ള അഭ്യർത്ഥന. ശരി, വളരെ നന്ദി ശ്രീ പ്രസാദ് കണ്ണൻ, ഞങ്ങൾക്കൊപ്പം ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പങ്കെടുത്തതിൽ. റിജിൽ മാക്കുറ്റി, ഇപ്പോൾ അതാണ്, ഇത് ഒരു വ്യക്തി കേന്ദ്രീകൃതം എന്ന തരത്തിലേക്ക് എടുക്കേണ്ടതില്ല. മുൻപ് നമ്മളുടെ നാട്ടിലൊരു ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും നേതാക്കൾ അല്ലെങ്കിൽ നമ്മളെ നയിക്കേണ്ടുന്നവർ, മുഖ്യമന്ത്രിമാരുൾപ്പെടെ കാണിക്കാത്ത തരത്തിലേക്കുള്ളൊരു നേതൃപാടവം കാണിച്ച നേതാവ് എന്നുള്ളതുണ്ട്. ഇനി അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററിയിൽ പലരുടെയും സാക്ഷ്യങ്ങളുമൊക്കെ അവരുടെയൊക്കെ ബൈറ്റുകളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡോക്യുമെൻ്ററി പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈറ്റ് ഉള്ളത് ചാണ്ടി ഉമ്മൻ്റേതാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മികച്ച ലീഡർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് പിണറായി വിജയൻ എന്ന് മറുപടി പറയുന്ന ആ ബൈറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിജിൽ മാക്കുറ്റി. ശ്രീമതി അനുജ, യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ കേട്ടപ്പോൾ സൂപ്പിട്ടാൽ മതി, വല്ലാതെ പതപ്പിക്കലായിപ്പോയി. ഇത് പതപ്പിച്ചങ്ങ് എടുത്തിരിക്കുകയാണ്. ഏതായാലും പുള്ളിക്ക് ഇപ്പോൾ കഴിഞ്ഞ ഏതൊരു ഇവരുടെ അസോസിയേഷൻ്റെ ഒരു റിട്ടയർ ചെയ്ത ആളാണ് ഒരു കവിത പാടിയപ്പോൾ അയാൾക്ക് പിൻവാതിലൂടെ നിയമനം കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന എഴുതിയ ആൾക്കും എന്തെങ്കിലും നിയമനം കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യത്തിനും വകയുണ്ട്. ഏതായാലും അയാളെ വയറ്റപ്പഴപ്പം ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ പിണറായി വിജയൻ്റെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ ഏതോ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിൻ്റെ മകൾ 1,72,00,000 രൂപ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് മറുപടി പറയണം. അതും പിണറായി വിജയനാണ്. കൂത്തുപറമ്പ് ഉൾപ്പെടെ 5 രക്തസാക്ഷികളെ സൃഷ്ടിച്ച് സ്വാശ്രയ കോളേജിനെമ്പാട് സമരം നടത്താൻ മുന്നിൽ നിന്ന് നയിച്ച പാർട്ടി സെക്രട്ടറി സ്വന്തം മകളെ പഠിപ്പിച്ചത് എവിടെയാണെന്ന് കൂടി കേരളം കാതോർത്ത് നിന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറയുന്ന വലിയ രൂപത്തിലുള്ള ആദർശവാനായ കമ്മ്യൂണിസ്റ്റുകാരനാണോ പിണറായി വിജയൻ? അതൊക്കെ കണ്ണൂരിലെ ചടയൻ ഗോവിന്ദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് ദേശാഭിമാനി ജോലി കൊടുത്തപ്പോൾ അത് പാർട്ടി കമ്മിറ്റിക്കാർ വിമർശനം വന്നപ്പോൾ മകനോട് ജോലി രാജിവെക്കാൻ പറയുകയും പാർട്ടി സെക്രട്ടറി അച്ഛൻ്റെ കാറിലേക്ക് മകൻ കടന്നു വരാൻ സമയത്ത് മകനോട് ആ കാറിൽ വരാൻ പാടില്ല, പാർട്ടിയുടെ കാറാണെന്ന് പറഞ്ഞ് അവനോട് നടന്നു വരാൻ പറഞ്ഞ ചടയൻ ഗോവിന്ദൻ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാരനായി കണ്ണൂരിൽ നിന്ന് ജനിച്ച് പാർട്ടി സെക്രട്ടറി മാറിയ അതുപോലെ ആദർശവാന്മാരായ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇവിടെ ഉണ്ട്. സി കണ്ണനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ണൂരിൽ നിന്ന് വന്ന ആളുകളാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വാക്കും അല്ലെങ്കിൽ പ്രവൃത്തിയും നേരെ വിപരീതമായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ആ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ വാടി പുകഴ്ത്തി വാനോളം പുകഴ്ത്തിക്കൊണ്ട് എന്തെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടി കേരളത്തിലെ മുമ്പിൽ പറയുന്നത് എന്താണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കോവിഡ് കാലത്ത് 28,000 മരണങ്ങൾ കേരളം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, കൃത്യമായ കണക്ക് കൊടുത്തിട്ടില്ലല്ലോ. അതോടൊപ്പം തന്നെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കോടികൾ അഴിമതി നടന്നു. CAG റിപ്പോർട്ട് വന്നിട്ടില്ലേ? അല്ല, ഇതൊക്കെ ആണെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് റിജിൽ മാക്കുറ്റി, ഇതൊക്കെ അവിടെ നിൽക്കെ തന്നെയാണ് നിങ്ങളുടെ ഒരു നേതാവ് ചാണ്ടി ഉമ്മൻ എന്ന MLA പറഞ്ഞിട്ടുള്ളത് ഏറ്റവും മികച്ച ലീഡർ ആര് എന്ന ചോദ്യത്തിന് മറുപടി പിണറായി വിജയൻ. ചാണ്ടി ഉമ്മൻ അത് ചാണ്ടി ഉമ്മന്റെ അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായം അല്ലെങ്കിൽ സാധാരണ ചാണ്ടി ഉമ്മൻ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് പ്രസക്തമല്ലേ? അതിനകത്തൊന്നും ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഉണ്ട്. ചില പാർട്ടിക്കകത്ത് പല ആൾക്ക് പല അഭിപ്രായം ഉണ്ടാവില്ലേ? ആ അഭിപ്രായം എല്ലാവരും അഭിപ്രായം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അതായത് അഭിപ്രായമില്ല, എനിക്ക് അഭിപ്രായമില്ല, അത് ചാണ്ടിയുമ്മൻ്റെ അഭിപ്രായമായിരിക്കും. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ഞങ്ങളുടെ കണ്ണൂരിൽ നിന്നും ഞങ്ങൾക്ക് പിണറായി വിജയൻ ഏറ്റവും വലിയ ശക്തനാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് ചെറുപ്പക്കാരെ കൊന്നരിഞ്ഞ് ചോര കുടിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ വാഴ്ത്തിപ്പാടാനൊന്നും റിജിൽ മാക്കുറ്റിക്കോ അല്ലെങ്കിൽ കണ്ണൂരിലെ കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷ ആളുകൾക്ക് സാധിക്കില്ല. അതൊക്കെ അയാളോട് ചോദിച്ചു അതൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ചാണ്ടിയുമ്മൻ്റെ അഭിപ്രായമായിരിക്കും. അതായത് ചാണ്ടിയുമ്മൻ പറഞ്ഞോട്ടെ. പക്ഷേ ഞാൻ അതല്ല പറഞ്ഞു വന്നത്. ഈ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്.
ഇങ്ങനെ പാടിപ്പുകഴ്ത്തുകയും ഇങ്ങനെ പിന്നെ ഈ രൂപത്തിലേക്ക് പിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് ദുരിതമായാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരുപാട് കാര്യമുണ്ടല്ലോ. ആശാ വർക്കർമാർ തെരുവിൽ കടന്ന് സമരം നടത്തിയില്ലേ? എന്തിനു വേണ്ടിയാണ് സമരം നടത്തിയത്? അവരോട് കാരുണ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കാണിച്ച പാവപ്പെട്ടവരല്ലേ, ഏറ്റവും സാധാരണക്കാരല്ലേ? അവർ എത്ര ദിവസം കെഞ്ചി സമരം നടത്തി, അവരെ ആക്ഷേപിച്ച് അപമാനിച്ച് അപഹസിച്ച് വിട്ടവരല്ലേ? ഈ പറയും നമുക്കറിയാം, ഉൾപ്പെടെ പോലീസ് ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള CPO ലിസ്റ്റിലിട്ട ചെറുപ്പക്കാരികൾ അവരുടെ സമരം കണ്ടില്ല. ഇപ്പോൾ ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞു സമരമുണ്ടോ? അവരെന്തൊക്കെ സമരം നടത്തി? ഇനി എന്താ അവർ ആത്മഹത്യ ചെയ്യണോ? നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാ സമരങ്ങളും നടത്തിയില്ലേ? പ്രതിപക്ഷം എന്ന നിലയിൽ എത്രയേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. എത്രയേറെ സമരങ്ങൾ തല്ലി ഒതുക്കിയിട്ടുണ്ട്. തല തല്ലിപ്പൊളിക്കുമ്പോഴും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്ന മനുഷ്യത്വരഹിതനായ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയാൾക്ക് എന്ത് ആർദ്രതയാണുള്ളത്, എന്ത് നന്മയാണുള്ളത്? മനുഷ്യന്റെ ചോര കാണുമ്പോൾ അതിനോട് ഒരു തരത്തിൽ ആർത്ത് ചിരിക്കുന്ന ഒരു നേതാവല്ലേ? 52 വെട്ടുവെട്ടി ഒരു കൊലപ്പെടുത്തിയ ഒരു മനുഷ്യനെ കൊന്നപ്പോൾ കുലംകുത്തി എന്ന് പറയുന്ന ഒരാളല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി? അയാൾക്ക് എന്ത് മനുഷ്യ സ്നേഹമാണുള്ളത്? നിങ്ങളൊക്കെ മാധ്യമങ്ങളും അതോടെ PR ഏജൻസി കെട്ടിപ്പൊക്കിയ ഒരു വലിയ ബലൂണാണ്. ആ ബലൂണിൻ്റെ കാലത്ത് അതൊക്കെ ഓരോ ഘട്ടത്തിലും അത് അമർന്ന് തീരാൻ പോവുക. ഇപ്പോൾ പറഞ്ഞു, ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷത്തിന് എന്ത് സമരമുണ്ടോ? ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ വിജയം ചെറിയ വിജയമാണോ? നിങ്ങളുടെ സർക്കാരിൻ്റെ വിലയിരുത്തലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 100 തേക്കാൻ ക്യാപ്റ്റൻ 100 സെഞ്ചുറി തേക്കുമെന്നല്ലേ തൃക്കാക്കരെ പറഞ്ഞത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? പുതുപ്പള്ളിയിൽ പറയുന്ന സ്ഥലത്ത് എന്താ സംഭവിച്ചത്? ഭൂരിപക്ഷം എത്രയാണ് കൂടിയത്? ഒറ്റയോട് പാലക്കാട് CJP മുന്നണി ചേർന്ന് മത്സരിച്ചിട്ട് ഞങ്ങൾ നേടിയ ഭൂരിപക്ഷം, പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 63,000 എവിടെ? നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചില്ലേ? എവിടെയും രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്തോ കാര്യം അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മാൻഡേറ്റ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട്, അത് നിങ്ങൾ കൂടി വിലയിരുത്തലായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പാടിപ്പോറ്റുന്നത്? നിങ്ങൾ ആരെയാണ് ഇങ്ങനെ കാരണഭൂതനും ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ നാഥനും ഒക്കെ ആക്കി മാറ്റുന്നത്? ആ ദുരിതങ്ങൾ അഡ്രസ് ചെയ്യാൻ തിരികെ ന്യൂസ് ഈവനിങ്ങിൽ ഇപ്പോൾ വരുന്നൊരു വാർത്ത. വയനാട് പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടഞ്ഞ സർവകലാശാല നടപടി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു എന്നതാണ്. സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബയുടെ അപ്പീലിലാണ് റിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കുടുംബം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് എങ്ങനെയാണ്? അനുജ, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായ സിദ്ധാർത്ഥന വിദ്യാർത്ഥി ആത്മഹത്യാ സംഭവത്തിൽ 19 വിദ്യാർത്ഥികളെയാണ് സർവകലാശാല പുറത്താക്കിയത്. അത് സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പക്ഷേ അതിന് മുൻപ് തന്നെ ഹൈക്കോടതി ഇവർക്ക് ഇത്തരത്തിൽ തുടർ പഠനത്തിന് അനുമതിയൊക്കെ നൽകിയിരുന്നു. പിന്നാലെയാണ് ഈ റിപ്പോർട്ട് വരികയും സർവകലാശാലയിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരുന്നത്. ഈ ആദ്യത്തെ ഹൈക്കോടതിയുടെ നിലപാട് ചോദ്യം ചെയ്താണ് ഈ സിദ്ധാർത്ഥന്റെ അമ്മ കോടതിയെ സമീപിച്ചത്. പക്ഷേ നിലവിൽ ഈ സർവകലാശാലയുടെ തീരുമാനം, അതായത് വിദ്യാർത്ഥികളെ പുറത്താക്കിയതും അതോടൊപ്പം വിദ്യാഭ്യാസമടക്കം തടഞ്ഞ നടപടി ഇപ്പോൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. 2024 ഫെബ്രുവരി 18 ഹോസ്റ്റൽ മുറിയിൽ വെച്ച സിദ്ധാർത്ഥനെ റാഗിങ്ങിനിരയാക്കി സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കേസൊക്കെ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇവർക്ക് പഠിക്കാനുള്ള അവസരം ഒരു ഘട്ടത്തിൽ വരികയും പിന്നീട് ആ സർവകലാശാല തന്നെ അന്വേഷണം നടത്തി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇവരെ പുറത്താക്കുകയും ചെയ്തത്. ആ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ ചർച്ചയിലേക്ക് പോവുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, എൻ്റെ ഒരു സംശയം, അതായത് ഇപ്പോൾ ഇതിനു മുൻപ് നമ്മൾക്ക് P ജയരാജനുമായി ബന്ധപ്പെട്ട് വന്നൊരു വിവാദം അറിയാവുന്നതാണ്. കണ്ണൂരിൻ്റെ ചെന്താരകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗാനം, അതൊരു വലിയ വിവാദമായി മാറുകയും അത് പാടില്ല എന്ന് പാർട്ടി തന്നെ നിർദ്ദേശം നൽകുകയും താക്കീത് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് ആ പാട്ടിൻ്റെ ലിങ്കുകളൊക്കെ മുഴുവൻ നീക്കം ചെയ്യുന്നു. പാർട്ടിക്ക് അതീതനായി ആരും പോകാൻ പാടില്ല, അത്തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമാകരുത്, വ്യക്തിപൂജ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിലപാടെടുത്തിട്ടുള്ളൊരു പാർട്ടിയാണിത്. അത് ഈ അടുത്ത കാലത്താണ്. പക്ഷെ അതിനുശേഷം നമ്മൾ തുടർച്ചയായി ഇങ്ങനെ ചില കാര്യങ്ങൾ കണ്ടുവരുമ്പോൾ ഇത് പലർക്കും പല രീതിയിലാണോ എന്നുള്ളതാണ് നീതി. അല്ല, അത് മാധ്യമങ്ങൾ ഇങ്ങനെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കളും ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ജയരാജൻ്റെ മറുപടി? അതോടെ ചോദിക്കണ്ടേ? താങ്കളെങ്കിലും പറയണം 24-ൻ്റെ അവിടുത്തെ റിപ്പോർട്ടറോട്. അദ്ദേഹം തിരുവനന്തപുരത്തുള്ളപ്പോൾ തിരുവനന്തപുരത്ത്, കണ്ണൂരാണെങ്കിൽ കണ്ണൂർ ചോദിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും. നേരത്തെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടിയൊക്കെ എന്നെ ശാസിക്കാനും തിരുത്താനുള്ള അധികാരമുണ്ട്, പാർട്ടി അങ്ങോട്ട് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ശരി എന്ന് P ജയരാജൻ എത്രയോ വട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. അതെ, അവിടെ പാർട്ടി തിരുത്തുന്നുണ്ട്, ഇവിടെ പാർട്ടി ഒന്നും പറയുന്നില്ല. ഇത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നതെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ശ്രീ M ജയചന്ദ്രൻ.
ഓക്കെ, അനുജ ഞാനതിന് മറുപടി പറയാമെന്നേ. ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെയാണല്ലോ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പിന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഈ 1957 മുതൽ ഇതുവരെ, ഇത് 15ാം കേരള നിയമസഭയാണല്ലോ, 15ാം കേരള നിയമസഭയാണെങ്കിലും 23 ഗവൺമെൻറ്റുകൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് 57 മുതൽ നോക്കിയാൽ. ഇതെല്ലാം ഒന്നാമത്തെ മന്ത്രിസഭ ഇപ്പോഴും പറയുന്നത്, പ്രിയ സുഹൃത്ത് ശ്രീ പൊടിവാറക്കറിയാം, നമ്മളൊക്കെ എത്ര കിലോമീറ്റർ കണക്കിന് വാർത്ത എഴുതിയിട്ടുള്ളതാണ്. ആദ്യം പഴയ കാലത്ത് ടെലിപ്രിൻ്ററിലും പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലും. ഇല്ലേ സാർ? ഒന്നാം മന്ത്രിസഭ ഇപ്പോഴും EMS സർക്കാർ എന്നാണ് പറയുക. ഇപ്പോഴത്തെ സർക്കാരിനെ പിണറായി സർക്കാർ എന്നാണ് പറയുക. ഉമ്മൻചാണ്ടി സർക്കാർ, കരുണാകരൻ സർക്കാർ, നായനാർ സർക്കാർ, അച്യുതമേനോൻ സർക്കാർ, ഇങ്ങനെയാണ് പറയുക. ഇതെല്ലാം വ്യക്തിപൂജയുടെ ഭാഗമായിട്ടാണോ? ആണോ? EMS വ്യക്തിപൂജയും കൊണ്ട് നടന്നിട്ടാണോ EMS സർക്കാർ എന്ന് ഇപ്പോഴും പറയുന്നത്? അല്ല, EMS സർക്കാർ എന്ന് പറയുന്നതിനാണോ? EMS സർക്കാർ എന്ന് പറയുന്നതിന് മാത്രമല്ലല്ലോ. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചില ഈ പലതരത്തിൽ വന്നിട്ടുള്ള വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അത് നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുള്ളതാണോ? അതെ, ഞാൻ പറയട്ടെ അനുജ. അല്ല, ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഈ വ്യക്തിപൂജയായിട്ട് കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം പറയുന്നത്. സാധാരണഗതിയിൽ സഹജമായ രീതിയിൽ ചില ടെർമിനോളജികളൊക്കെ ഉണ്ട്. അത് മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിച്ചു പോകുന്ന ഒരു ഭാഷാ രീതിയാണ്. അങ്ങനെയാണ് അതൊക്കെ വരുന്നത്. പിന്നെ താങ്കൾ ഈ പറഞ്ഞ വാഴ്ത്ത്, വ്യക്തിപൂജ, സ്തുതി, ഇതൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പിണറായിയെ പറ്റി ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാകുന്നത്, ലെജൻഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഉണ്ടാകുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നതിനോടൊന്നും മറുപടിയേ പറയാനില്ല എനിക്ക്. അങ്ങനെ കാണുന്ന ഒരാളല്ല ഞാൻ. അത്ര ഒരാളല്ല പിണറായി വിജയൻ. എനിക്ക് സുവ്യക്തമായ ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ വ്യക്തിത്വമല്ല പിണറായി വിജയൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത്തരം താങ്കൾ ആരോപിച്ചതുപോലെ, ഞാൻ ആ പദം പറയില്ല, താങ്കൾ ആരോപിച്ചെന്ന് ആവർത്തിച്ച് പറയൂ, വാഴ്ത്ത, സ്തുതി, ഇതൊക്കെ അങ്ങനെ എടുക്കുന്ന ഒരാളുമല്ല പിണറായി വിജയൻ. താങ്കൾക്കും അറിയുമായിരിക്കുമല്ലോ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ സ്തുതി. അല്ല, അങ്ങനെയെങ്കിൽ ഇത് പാടില്ല എന്ന് പറയണ്ടേ? ഇത് വേണ്ട. ഇപ്പൊ ഒരെണ്ണം ഇപ്പോ ഒരു തിരുവാതിര, അതിൽ കാരണഭൂതൻ എന്നൊക്കെ പറയുന്നു, അത് ശരി, അത് പിന്നീട് പാർട്ടി തന്നെ തെറ്റിപ്പോയി എന്നൊക്കെ വിലയിരുത്തൽ വന്നു. അതിനുശേഷം ഇനി പാടില്ല, ഇത്തരം കാര്യങ്ങൾ ഞാൻ അനുവദിക്കില്ല എന്നൊരു വാചകം പറഞ്ഞാൽ മതിയല്ലോ. അല്ല, പുള്ളി അങ്ങനെ എഡിറ്റ് ചെയ്യാറില്ലെന്നേ. ഇത് പുള്ളി എഡിറ്റ് ചെയ്യുന്ന പണിയല്ലല്ലോ. അദ്ദേഹം ഇത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ചടങ്ങിൽ അവരാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞല്ലോ കാര്യങ്ങൾ എന്താണെന്നോ, അദ്ദേഹത്തിന് മനസ്സിലുള്ള താല്പര്യങ്ങളും സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യം ഒരു പാട്ട് ഉൾപ്പെടെ എഴുതിയതും ഒക്കെ പറഞ്ഞല്ലോ. ഇതെല്ലാം പിണറായി വിജയൻ സ്ക്രൂട്ടനൈസ് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇതെല്ലാം നോക്കിയിട്ട് വേണം. അല്ല, അദ്ദേഹം സ്ക്രൂട്ടനൈസ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണല്ലോ ഇത് ആലപിക്കുന്നതും, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇത് പ്രകാശനം ചെയ്യുന്നതും. അപ്പോൾ ഇതിൽ എന്താണുള്ളതെന്ന് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ചില വാക്കുകൾക്കെങ്കിലും അദ്ദേഹം അത് വേണ്ട എന്ന് പറയാമല്ലോ. ഇപ്പൊ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ അതൊക്കെ പറയട്ടെ, അത് അങ്ങനെ ധാരാളമായി നമ്മൾ കേൾക്കാറുള്ളതുമാണ്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില നേതാക്കളെ വെച്ചുകൊണ്ടൊക്കെയുള്ള പാട്ടുകളും അതൊക്കെ സ്വാഭാവികമായും നമ്മൾ കേൾക്കുന്നതുമാണ്. പക്ഷേ ഈ തരത്തിലേക്ക് വരുമ്പോൾ ഇത് ഈ പാർട്ടി ആയതുകൊണ്ടാണ് ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നത്. താങ്കൾക്കത് അറിയാം? അതെ, പാർട്ടി ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. പാർട്ടി ആയതുകൊണ്ട് ബോധപൂർവം ചെയ്യുക തന്നെയാണത്. അത് പാർട്ടി സഖാക്കളാണ്, ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ, സ്ക്രിപ്റ്റ് റൈറ്റർ അടക്കം. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഇത്തരം ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് യാതൊരു സംശയവും വേണ്ട. അത് ബോധപൂർവം ചെയ്തതാണ്. ശരി, ബോധപൂർവം ചെയ്തതാണ് എന്നുള്ള. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു, വേഗം മടങ്ങിയെത്തും. ന്യൂസ് ഈവനിംഗ് അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ശശികുമാർ, ഇപ്പോൾ ഇതിനു മുൻപ് കാവലാൾ, അതും കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെതാണ്. ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി, അതിലെല്ലാം തികഞ്ഞ ഒരു പകരക്കാരനില്ലാത്ത തികഞ്ഞ നേതാവ് എന്നതാണ്. ഈ എല്ലാം തികഞ്ഞതായി ആരുമില്ല എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ വരുന്ന വരികളൊക്കെ ഇങ്ങനെയാണ്. ഇത് മറ്റാർക്കും സാധിക്കാത്ത തരത്തിലേക്ക്, ഇപ്പോൾ EMSനും അതുപോലെ തന്നെ കരുണാകരനോ അല്ല ഉമ്മൻചാണ്ടിക്കോ ഒന്നും സാധിക്കാത്ത തരത്തിലേക്കാണ് ഇവിടെ പിണറായി വിജയൻ എന്ന നേതാവ് നിൽക്കുന്നത് എന്നൊക്കെയാണ് ഈ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരൊറ്റ നേതാവിൻ്റെ നേതൃപാടവം അതാണ് തുടർഭരണത്തിലേക്ക് എത്തിച്ചത് എന്ന തരത്തിലാണോ? താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരു തുടർഭരണം, ഇനിയിപ്പോൾ ഒരു മൂന്നാം ഊഴം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരൊറ്റ നേതാവ് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു നേതാവെന്നുള്ള നിലയിൽ, ഭരണാധികാരി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. അല്ലാതെ ഒരു നേതാവിനെ വച്ചുകൊണ്ടല്ല പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ആ പാർട്ടിയിലെ ഒരുപാട് നേതാക്കളുള്ള പാർട്ടിയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിലാണ് സഖാവ് പിണറായി.
പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഭരണാധികാരിയായിട്ടുള്ള ഒരാൾ. അദ്ദേഹം എങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു, ആ പാർട്ടി പ്രവർത്തകനിൽ നിന്നും എങ്ങനെ പ്രവർത്തിച്ച് പാർട്ടി നേതാവായി പരിണമിച്ചു, ആ നേതാവ് എന്നുള്ള നിലയിൽ നിന്നും ഭരണാധികാരിയായി എങ്ങനെ പരിണമിച്ചു എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വികസന നേട്ടങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതിനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പഠിച്ച സഹപാഠികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥ, അദ്ദേഹത്തോടൊപ്പം ആ പ്രദേശത്തുള്ള ആളുകൾ, അവരുടെ എല്ലാം ബൈറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത്, ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കേരളത്തിലെ മറ്റൊരു ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച നേതാവ് ഇപ്പോൾ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള, വെറുതെ ഉള്ള ആളല്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാവിൻ്റെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം മതി നേതാവ് ആരാണ് എന്താണെന്നുള്ളത് ബോധ്യപ്പെടാൻ. മറ്റൊരു ചോദ്യത്തിന്റെയും ആവശ്യമില്ല. ശരി, അതാണ് നമ്മൾ ഈ സമയം അവസാനിക്കുന്ന ജോർജ് പൊടിപ്പാറ. അപ്പോൾ ഇത് തുടരും. പിന്നല്ലാതെ ഇതിപ്പോ ഒരു യാദൃച്ഛികമായിട്ട് സംഭവിച്ചതൊന്നും അല്ലല്ലോ. നമ്മളിപ്പോ തിരുവാതിര തൊട്ട് ഇപ്പൊ ഡോക്യുമെന്ററി വരെ എത്തി നിൽക്കുന്ന ഈ സംഗതി, ഇത് ആൾദൈവങ്ങളെ സൃഷ്ടിക്കല. ഈ ഒരു വശത്ത് നമ്മൾ ആൾദൈവങ്ങളെ മറു രീതിയിൽ ആത്മീയതയുടെ ഇതിൽ സൃഷ്ടിക്കപ്പെടുകയും അവര് സമൂഹത്തെ കീഴടക്കുകയും 10,000 വണങ്ങുകയും ഒക്കെ അനുഗ്രഹ അഭീഷ്ട സിദ്ധിക്കായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതെ, കാലം മാറുകയാണ് ശ്രീ ജോർജ് പൊടിപ്പാറ. പലപ്പോഴും ഈ സിദ്ധാന്തങ്ങളിൽ മുറുകെ പിടിച്ചു നിൽക്കുക എന്നുള്ളതല്ല, പല കാര്യങ്ങളിൽ നിന്നും ആ പാർട്ടി വിട്ടുവീഴ്ചയിലേക്ക് ഒരുക്കമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കാര്യത്തിലുമൊക്കെ മാറുകയാണ്. പക്ഷെ അത് മറ്റെല്ലാ നേതാക്കൾക്കും അത് ബാധകമാകുമോ എന്നുള്ളിടത്താണ് ഈ ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത്. രണ്ട് ചോദ്യം, രണ്ട് കാര്യം മാത്രമേ സമയം തീർന്നു. കേരളം എങ്ങോട്ടാണ് വളരുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങോട്ടാണ് വളരുന്നത്, ഇതാണോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വളർച്ച? ശരി, ഇത്രയേ ഉള്ളൂ, എനിക്ക് അത്രയും ചോദിക്കാനുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ, റിജിൽ മാക്കുറ്റി, നാഞ്ചല്ലൂർ ശശികുമാർ, ജോർജ് പൊടിപ്പാറ ന്യൂസ് ഈവനിംഗിൽ പങ്കെടുത്തതിനൊപ്പം തന്നെ പ്രസാദ് കണ്ണൻ. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്ന ഹോട്ട് ന്യൂസുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമനും സോന ജെറിയും. നമസ്കാരം.